ശ്രീഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗ ശ്ലോകം 38. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതഃ യുദ്ധായ യുജ്യസ്വ ന ഏവ പാപം അവാപ്സ്യസി. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും ജയപരാജയങ്ങളെയും തുല്യനിലയിൽ കണ്ടുകൊണ്ട് സ്വധർമാചരണം എന്ന നിലയിൽ നീ യുദ്ധത്തിനായി മാത്രം യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെക്കുറിച്ച് ഓർക്കരുത്. എന്നാൽ നിനക്കൊരിക്കലും പാപദോഷം ബാധിക്കുകയില്ല. എന്തു ചെയ്യുന്നതും കൃഷ്ണനു വേണ്ടി എന്ന അവബോധത്തോടെ ചെയ്യുക. സ്വന്തം ഇന്ദ്രിയസുഖത്തിനായി ചെയ്യുന്ന കർമ്മം ശുഭാശുഭ ഫലങ്ങൾക്ക് വിധേയമാകുന്നു. എന്നാൽ കൃഷ്ണാവബോധമാർന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും മുഴുകിയ ഒരാൾക്ക് മറ്റാരോടും കടപ്പാടോ ബാധ്യതയോ ഉണ്ടാകുന്നില്ല. ശ്ലോകം 39. യേഷാ തേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേത്യമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. യേഷാ തേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ധിമാം ശൃണു ബുദ്ധ്യാ യുക്തഃ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. യേഷാ തേ അഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേത്യമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഹേ പാർത്ഥ, ഇതുവരെ ഞാൻ നിനക്ക് സാഖ്യയോഗമനുസരിച്ചുള്ള വിവേകബുദ്ധിയാണ് ഉപദേശിച്ചു തന്നത്. ഇനി എല്ലാവിധ കർമ്മബന്ധങ്ങളെയും പൊട്ടിച്ചെറിയുവാൻ സഹായിക്കുന്ന കർമ്മയോഗം അഥവാ ബുദ്ധിയോഗം എന്താണെന്ന് നീ കേട്ടുകൊള്ളുക. ഇതറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനാകാം. ആത്മാവിനെയും ശരീരത്തെയും വിവിധ കാഴ്ചപ്പാടുകളിലൂടെ വിശദീകരിക്കുന്ന വിജ്ഞാനത്തെ സാഖ്യമെന്ന് വിശേഷിപ്പിക്കുന്നു. കൃഷ്ണാവബോധത്തിൽ മുഴുകി ഭക്തിനിർഭരമായ സേവനത്തിൽ പൂർണ്ണമായ ആനന്ദത്തോടും വിജ്ഞാനത്തോടും കൂടി പ്രവർത്തിക്കുന്നതാണ് കർമ്മയോഗം അഥവാ ബുദ്ധിയോഗം. ശ്ലോകം 40. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ന ഇഹ അഭിക്രമനാശ അസ്തി പ്രത്യവായ വിദ്യതേ സ്വൽപം അപി അസ്യ ധർമ്മസ്യ ത്രായതേ മഹതഃ ഭയാത്. നേഹാഭിക്രമനാശോസ്തി
പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഈ നിഷ്കാമ കർമ്മയോഗത്തിൽ സ്വധർമാനുഷ്ഠാന ക്രമത്തിന് നാശം സംഭവിക്കുന്നില്ല. ദോഷകരമായ അനന്തരഫലവും ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ അല്പമായ ആചരണം പോലും വലുതായ സംസാരഭയത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്നു. ഇതിൽ നഷ്ടമോ ലാഭമോ ഇല്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റം പോലും മഹാഭയങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്നു. ഭൗതിക കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളും ശരീരത്തോടൊപ്പം നശിക്കും. എന്നാൽ കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനമാകട്ടെ ദേഹനാശത്തിനു ശേഷവും അയാളെ കൃഷ്ണാവബോധത്തിലേക്ക് നയിക്കുന്നു. ആത്മീയ ആവിഷ്കരണത്തിന് കൂടുതൽ അവസരം കിട്ടാവുന്ന വിധം അടുത്ത ജന്മത്തിൽ അവർ പിറവിയെടുക്കുന്നു. ഹരി ഓം.